ഉള്ള വേസ്റ്റൊക്കെ കൂടിയും ബെഡ്റൂം കൊണ്ടുവച്ചാൽ കുട്ടികളൊക്കെ വേസ്റ്റാവും. ഇത് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധിയോടെ കൂടെ കാക്കേണ്ട റൂം ബെഡ്റൂമാണ്. നല്ല വിരിപ്പ്, നല്ല പെയിൻറ്റ്, നല്ല അടച്ചുറപ്പ്, നല്ല സ്മെല്ല്, നല്ല വാസന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബെഡ്റൂമിനുണ്ടായിരിക്കണം. ബാത്ത എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി താമസിച്ചു എന്നാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാനുള്ള സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. ഉറങ്ങണത് വേസ്റ്റിൻ്റെ ഇടയിലായാൽ പിന്നെ വീടിന് എന്തർത്ഥമുള്ളത്? ബൈത്ത് എന്നാണ് അറബിയിൽ വീടിന് പറയാം. ബൈത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം രാത്രി ഉറങ്ങണ സ്ഥലം എന്നാണ്. അപ്പോൾ ഉറങ്ങണ സ്ഥലം ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊക്കെ നാട്ടിലെ പെരകൾ നോക്കിയാൽ, ഇപ്പം എൻ്റെ പെരയാണെങ്കിലും നിങ്ങളെ പെരയാണെങ്കിലും നമ്മളെ നാട്ടിലെ പെരയൊക്കെ ആണെങ്കിൽ പുറത്ത് നല്ല ചുരുക്കുണ്ടാവും. എന്നാൽ അറബികളൊക്കെ പെര നോക്കിയാൽ പുറത്ത് വല്ല ഗവൺമെൻറ് ഓഫീസ് പോയിട്ട് ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ചൊരു കൂടാരം ഉണ്ടാവും. ഉള്ളിൽ ചെന്നാൽ നല്ല സൗകര്യക്കാരൻ. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിൽ സൗകര്യം വളരെ കുറവും. പുറത്ത് ഇങ്ങനെ ആൾക്കാർ കാണുന്നിടത്ത് ഇങ്ങനെ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ട് മാർബിളൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ ചുമരുമ്പോൾ അങ്ങനെ കേൾക്കാരാണ്. ഉള്ളിൽ ശരിക്കും വേണ്ടത് എന്താണ്? ബെഡ്റൂമാണ് ഏറ്റവും കൂടുതൽ വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത്. നല്ല ടൈൽസ് ബെഡ്റൂമിലുണ്ടാകണം, നല്ല വിരിപ്പ് ബെഡ്റൂമിലുണ്ടാകണം, നല്ല കട്ടിൽ ബെഡ്റൂമിലിടണം. അപ്പോൾ വീടിൻ്റെ വൃത്തിയെ നോക്കുന്നത് ബെഡ്റൂമിൻ്റെ വൃത്തി നോക്കിയിട്ടാണ്. ഹോട്ടലിൻ്റെ വൃത്തി നോക്കാൻ ബാത്റൂം എത്രണ്ട് വൃത്തിയുണ്ട് നോക്കിയിട്ടാണ്. പള്ളിൻ്റെതും അങ്ങനെ തന്നെയാണ്. വഖഫ് ബോർഡിൽ നിന്ന് പള്ളി പരിശോധിക്കാൻ ആൾ വന്നാൽ ആദ്യം ബാത്റൂമൊക്കെ പോകുക. അവിടെ പെയിൻറ്റിൻ്റെ കേടുവന്ന ഡപ്പ വെച്ച് കഴിച്ചാൽ സംഗതി മനസ്സിലാവും. നോട്ടക്കാർ വളരെ മോശമാണ്. വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയാൽ കിട്ടുമല്ലോ. ഇപ്പോൾ പള്ളിക്കത്തെ പിന്നെ ബാത്റൂമിലൊരു കോപ്പ വാങ്ങിയൊക്കെയുള്ള പൈസയൊക്കെ അതും കൂടിയും കാട്ടാനുള്ള മടിയുള്ള ആൾക്കാരാണ് ഭരണകർത്താക്കൾ എന്ന് വേഗത്തിൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ പള്ളിൻ്റെതും അങ്ങനെ തന്നെയാണ്. ബാത്റൂം നോക്കിയിട്ടാണ് തീരുമാനിക്കുക. നല്ലതുമായി പെരുമാറിയാൽ നല്ല സ്വഭാവം ഉണ്ടാവും. മോശമായൊരു വസ്തുവുമായി നമ്മൾ പെരുമാറാൻ പാടില്ല എന്നാണ്. മനുഷ്യൻ പെരുമാറുന്നതിൻ്റെ ഗുണം അവനുണ്ടാവുന്നതാണ്. ഓട്ടോറിക്ഷയിൽ വരുന്ന ആളും ഇന്നോവയിൽ വരുന്ന ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതാണ് നമ്മൾ കല്യാണ നിശ്ചയത്തിനൊക്കെ പോകുമ്പോൾ റാഡോ വാച്ച് കെട്ടിയ ആൾക്കാർ തന്നെ തിരഞ്ഞുപിടിച്ച് കൊണ്ടുപോകുമല്ലോ. മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഒരു നിലവാരം അവനുണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് നിലവാരം കുറഞ്ഞൊരു സാധനം ഉപയോഗിക്കാൻ പാടില്ല. യാത്ര പോവുകയാണെങ്കിൽ ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു സംഗതിയാണ്, വലിയ നല്ല സൗകര്യമുള്ള ഹോട്ടലിനൊക്കെ തട്ടുകട എന്ന് പേരിട്ടുക ചില ആൾക്കാർ. ഒരു സാധനത്തിൻ്റെ പേര് നോക്കിയാൽ അതൊരു തട്ടുകൂട്ട് പരിപാടിയാണെന്ന് കിട്ടുമല്ലോ. വലിയ ഹോട്ടലിന് തട്ടുകട എന്ന് എന്തിനാ പേരിടേണ്ട ആവശ്യം? അതിൻ്റെ യാതൊരു ആവശ്യമില്ല. അതിന് നല്ലൊരു ചൊറുക്കുള്ള ഇതിലെന്തൊക്കെ സൗകര്യം ഉണ്ടാകുക എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള നല്ലൊരു പേരിട്ട അത്ര നന്നു. അത് നമ്മളാകാത്ത പേരുണ്ടായിട്ട് കിട്ടും. തട്ടുകട എന്ന് പറഞ്ഞാൽ ശരിക്കും റോഡ് സൈഡിൽ ഉണ്ടാകേണ്ട ചെറിയ ചായ്പിനിടേണ്ട പേരാണ്. അത് എല്ലാ സൗകര്യമുള്ള ഹോട്ടലിനിടേണ്ട. അപ്പം എന്താ പറഞ്ഞു വെച്ചാൽ രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വേറെ ഹോട്ടലില്ലാത്തതുകൊണ്ട് തട്ടുകടയെന്ന് വല്ല ചായയും കടിയും കുടിക്കുകയാണെങ്കിൽ തിരക്കിടൊന്നുമില്ല. ഇല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ കയറിയിട്ട് തന്നെ കുടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ എന്തുമായെല്ലാം പെരുമാറുന്നുവോ, എന്തെല്ലാം സഹകരിക്കുന്നുവോ അതിൻ്റെ സ്വഭാവങ്ങളാണ് നമുക്കുണ്ടാകുക. കരിങ്കല്ലിൻ്റെ തറയിട്ട വീട്ടിൽ താമസിക്കുന്നവൻ്റെ സ്വഭാവവും വെട്ടുകല്ല് കൊണ്ട് തറയുണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്നവൻ്റെ സ്വഭാവവും വ്യത്യാസം ഉണ്ടാവും. മനുഷ്യൻ അവന് പെരുമാറുന്ന വസ്തുക്കളുടെ സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പോൾ വൃത്തി, ശരീരം വൃത്തിയായി സൂക്ഷിക്കണം, വസ്ത്രം വൃത്തിയായി സൂക്ഷിക്കണം, പെരുമാറുന്ന എല്ലാ വസ്തുക്കളും വൃത്തിയായി സൂക്ഷിക്കണം. നദാഫത്ത് ദീനിനെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് നദാഫത്തിൻ്റെ മേലിലാണ്. ബുനിയദ്ദീനു അലൻ നദാഫ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിനെ ഉണ്ടാക്കപ്പെട്ടത് വൃത്തിയുടെ മേലിലാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. 4 പ്രധാനപ്പെട്ട വൃത്തികളാണുള്ളത്. 4 വൃത്തിയാണ്. 1, മ്ലേച്ഛമായ വസ്തുക്കളിൽ നിന്ന് ശരീരം വൃത്തിയായിരിക്കുക എന്നതാണ് ഒന്നാമത്തേത്. അതിന് 2 ഭാഗങ്ങളുണ്ട്. ശരീരം വൃത്തിയാകുക എന്നുള്ളതിന് 1 നജസിൽ നിന്ന് വൃത്തിയാവുക, 2 മോശം വസ്തുക്കളിൽ നിന്ന് വൃത്തിയാവുക. നജസിൽ നിന്ന് വൃത്തിയാകുന്നതിന് ത്വഹാറത്ത് എന്നാണ് പറയുക. മോശമായ സാധനങ്ങളിൽ നിന്ന് വൃത്തിയാകുന്നതിന് നദാഫത്ത് എന്നാണ് പറയുക.
ത്വഹാറത്തും നളാഫത്തും വ്യത്യാസമുണ്ട്. ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധി, നളാഫത്ത് എന്ന് പറഞ്ഞാൽ വൃത്തി. ശുദ്ധി ആയതുകൊണ്ട് വൃത്തിയായിക്കോണമെന്നില്ല, വൃത്തിയായതുകൊണ്ട് ശുദ്ധിയായിക്കോണമെന്നില്ല. കയ്യമ്മ കത്തിയട്ടിയിട്ട് ചോരായി, അപ്പോൾ അവിടെ ഇങ്ങനെ കട്ടൻ ചായ എടുക്കുന്നുണ്ട്. കട്ടൻ ചായ കൊണ്ട് കഴുകിയാൽ വൃത്തിയാവും, ശുദ്ധിയാവില്ല. വൃത്തിയായതുകൊണ്ട് ശുദ്ധിയായിക്കോണമെന്നില്ല. മൂത്രമൊഴിച്ചപ്പോൾ തേങ്ങൻ്റെ വെള്ളം ഉണ്ട് അവിടെ ഇരിക്കണം, അപ്പം എന്നാൽ അതുകൊണ്ടുകൊണ്ട് ഒഴിച്ചു, എന്നാൽ വൃത്തിയാവും, പക്ഷേ ശുദ്ധിയാവില്ല. ശുദ്ധിയായതുകൊണ്ട് വൃത്തിയായിക്കോണമെന്നില്ല, ശുദ്ധിയായതുകൊണ്ട് വൃത്തിയാവില്ല. അപ്പം നമ്മൾ തുണിയിൽ ചോര നമ്മൾ നല്ല വെള്ളം കൊണ്ട് കഴുകി നല്ല സോപ്പൊക്കെ ഇട്ട് വരതി കഴുകി വെക്കുമ്പോൾ ഒരു ചുവന്ന കളറുണ്ട് കാണാൻ. നിറം മാത്രം ബാക്കിയായതുകൊണ്ട് നജസ് ശുദ്ധിയാവാതിരിക്കില്ല, കളറ് ബാക്കിയായിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, സാധനം ശുദ്ധിയാവും, പക്ഷെ വൃത്തിയാവില്ല. വൃത്തിയാണെങ്കിൽ എന്താവണം? വൃത്തിയാണെങ്കിൽ കറ കളയണ സാധനം ഇട്ടും ആ കറയും കൂടിയും കളയണം, അപ്പോഴേ വൃത്തിയാവുള്ളൂ തന്നെ. അപ്പോൾ ശുദ്ധി വേറെയാണ്, വൃത്തി വേറെയാണ്. ശരീരം ശുദ്ധിയുമായിരിക്കണം, ശരീരം വൃത്തിയുമായിരിക്കണം, രണ്ടും വേണം. സിഹത്തിന് സ്വഹീ ആവാൻ ശുദ്ധിയായാൽ മതി, നിസ്കാരം സ്വഹീ ആവാൻ ശരീരം ശുദ്ധിയായാൽ മതി, വൃത്തിയാവണമെന്നില്ല. എന്നാൽ വൃത്തിയാവൽ വേറെ തന്നെയാണ്. അത്തഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി ഈമാൻ്റെ പകുതിയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അന്നവാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിൽ പെട്ടതുമാകുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശുദ്ധിയും വേണം, വൃത്തിയും വേണം, രണ്ടും വേണം. അപ്പോൾ ശരീരം ശുദ്ധിയാവുക അല്ലെങ്കിൽ ശരീരം വൃത്തിയാവുക, ഇതാണ് ഒന്നാമത്തെ ശുദ്ധിയും ഒന്നാമത്തെ വൃത്തിയും. റമളാൻ മാസത്തിൽ ഉച്ചൻ്റെ ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. എന്നാൽ എല്ലാ സമയത്തും കറാഹത്തൊന്നുമല്ല. ഉറങ്ങി നീച്ചാൽ കറാഹത്തൊന്നുമില്ല. ഉറങ്ങി നീച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവന് പല്ല് തേക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് അപ്പോഴും ഉണ്ട്. പക്ഷെ റമളാൻ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ പല്ല് തേക്കുമ്പോൾ ഒരു ഒളിയും മറയൊക്കെ വേണം, പരസ്യമായിട്ട് തേക്കരുത് മാത്രം. ജനങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ചെങ്ങായിക്ക് നോലുമ്പില്ലെന്നാവുമെന്ന് തോന്നുന്ന കാര്യമൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് സ്വകാര്യത്തിൽ ഒരാൾ പല്ല് വെച്ചു എന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, ഉറങ്ങി നീച്ചാൽ ആ നാറിന തൊള്ളയേറ്റ ആൾക്കാരുടെ ഇടയ്ക്ക് പോകുമൊന്നും വേണ്ട, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരം എന്താ വെച്ചാൽ ഉറങ്ങിച്ചാലും പറ്റൂല എന്നാണ്. അങ്ങനെയില്ല, ഒരു കാരണമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾ ഉച്ചൻ്റെ ശേഷം പല്ല് തേക്കാൻ പാടില്ല, കറാഹത്താണ്. അതേ സമയത്ത് കുറേ ആളുകളോട് സംസാരിക്കാനുള്ളതാണ്, മദ്യം പറയാൻ പോവുകയാണ്, എന്നാൽ പല്ല് തേക്കാം. അല്ലെങ്കിൽ കുറേ ആളുകളോട് സംസാരിച്ചിട്ട് വായ പകർച്ചയായിട്ടുണ്ട്, എന്നാൽ പല്ല് തേക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പല്ല് തേക്കൽ കറാഹത്താണെന്ന് പറഞ്ഞത് ഒരു കാരണമില്ലെങ്കിൽ എന്നാണ്. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പല്ല് തേക്കണതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണുള്ളത്. അപ്പം അതുകൊണ്ട് ശരീരം ശുദ്ധിയുമായിരിക്കണം, ശരീരം വലിയ സ്ഥാനമുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിച്ചതിന് ശേഷം എണ്ണ തേച്ച് തലമുടി വാർന്നിട്ടതിന് ശേഷം തൊപ്പി വെച്ച് അതിന്മേൽ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ് രീതി അതാണ്. കുളിച്ച് എണ്ണ തേച്ച് മുടി ചീകിയിട്ടതിന് ശേഷം തൊപ്പി ധരിച്ച് അതിൻ്റെ മുകളിൽ തലപ്പാവ് ധരിക്കും. എല്ലാവർക്കും ഓരോ തൊപ്പി വേണം. അടുത്ത പ്രാവശ്യം അമ്പലത്തേക്ക് പോകുമ്പോൾ വാങ്ങിക്കോളി ഓരോ തൊപ്പി. ഓരോന്നുള്ളവർ 2 കൂടി വാങ്ങിയിട്ട് 3 തൊപ്പിയാക്കണം. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. നബി തങ്ങൾക്ക് 3 തൊപ്പി ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഒരേമായിരുത്തതല്ല, 3 സൈസിലായിരുന്നു. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. തലകെട്ടിൻ്റെ ശ്രേഷ്ഠത തൊപ്പിക്കുണ്ടെന്ന് ബിഗയയിലുണ്ട്. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3,
അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. യാ ഹയ്യു മുസ്ലിം വേഷമിൽ സംതൃപ്തിത, അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാ. അപ്പം എല്ലാവർക്കും ഓരോ തൊപ്പി വേണം.